നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഡോക്ടറെ, അത് എനിക്ക് ഡോക്ടറോട് ഒരു കാര്യം പറയാനുണ്ട്. സഞ്ജു ലച്ചുവിനെ കണ്ടിട്ടുണ്ടാവോ? എൻ്റെ മനസ്സിലെന്താണെന്ന് ലച്ചുവിനോട് വെളിപ്പെടുത്തി കാണൂ. ഡോക്ടർ എന്താ ആലോചിക്കുന്നേ? ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്നല്ലേ? ഞാൻ പറയുന്നത് ഒരിക്കലും നിങ്ങൾ നിരസിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഈ ഒരു അവസരത്തിൽ ഡോക്ടറിൽ നിന്ന് അനുകൂലമായൊരു മറുപടി ഉണ്ടായില്ലെങ്കിൽ അതെന്നെ കൂടുതൽ വിഷമിപ്പിക്കും. എന്താണെങ്കിലും ലച്ചു പറഞ്ഞു. ലച്ചു പറയുന്നത് എന്താണെന്ന് കേട്ടിട്ട് നമുക്ക് നല്ലൊരു തീരുമാനം ഉണ്ടാക്കാം. എന്നെ തേടി ശാസ്ത്രികൾ വന്നത് ഡോക്ടർ കണ്ടതല്ലേ? വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനാ അദ്ദേഹം ഇവിടേക്ക് വന്നത്. എന്റെ ചേച്ചിയുടെ വിവാഹത്തിന് വിഘ്നങ്ങൾ പൂർണ്ണമായും ഒഴിഞ്ഞു പോയിട്ടില്ല. വിഘ്നമുത്തിക്ക് ചില പ്രതിക്രിയകൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതാണ് ഇത്ര വലിയ കാര്യം. വേണ്ടത് എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാടോ. അങ്ങനെ നമുക്ക് നേരിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊന്നുമല്ല ശാസ്ത്രികളെ വിധിച്ചത്. പെരുവണ്ണാപുരത്ത് അമ്മയുടെ തിരുനടയിൽ ചെന്ന് പ്രാർത്ഥിച്ച അമ്മ അതിനുള്ള ഉത്തരം നൽകും. നാളെ ചേച്ചിയുടെ കല്യാണമല്ലേ? അതിനു മുൻപ് എനിക്ക് പെരുവണ്ണാപുരത്തേക്ക് പോണം. അമ്മയുടെ മുന്നിൽ ചെന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കണം. അവിടം വരെ ഡോക്ടർ എന്നെ കൊണ്ടുപോവോ? ഈ ഒരു ചെറിയ കാര്യത്തിന് ഇത്രയും വലിയൊരു മുഖവരുടെ ആവശ്യമുണ്ടോ ലച്ചു? ലച്ചു നീ ലോകത്ത് എവിടെ പോകണമെന്ന് ആഗ്രഹം തോന്നിയാലും എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ അവിടെ തന്നെ കൊണ്ടുപോയിരിക്കും. മുത്തശ്ശന, ഹലോ. ശരി മുത്തശ്ശ, ഞാനിതാ എത്തി. മുത്തശ്ശൻ ഔഷധപ്പുരയിലേക്ക് വിളിക്കുക. പോയി എന്താണെന്ന് അന്വേഷിച്ചിട്ട് ഇതാ വരുന്നു. ലച്ചു, ഞാൻ സ്വാതിയെ കണ്ടിട്ട് വരിക. ഞങ്ങളുടെ ജീവിതത്തിനൊരു പുനർജീവൻ നൽകിയത് ലച്ചുവാ. ഇനി അങ്ങനെയൊന്നും പറയരുത്. നടന്നതെല്ലാം ദൈവനിശ്ചയായിട്ട് കണ്ടാ മതി. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാം ദൈവനിശ്ചയം കാണാൻ. ഞാനും സ്വാതി ഒരുമിക്കാനായി ദൈവം നിശ്ചയിച്ചിട്ട് ലക്ഷ്മിയുടെ കാര്യത്തിൽ ഇനി എന്തായിരിക്കും ദൈവം നിശ്ചയിക്കുക? ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കിയ പിന്നെ ഞാനിവിടെ നിൽക്കില്ല. എന്നെ ഏൽപ്പിച്ച ദൗത്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളുടെയും എന്റെ ചേച്ചിയുടെയും വിവാഹം. അത് കഴിയുന്നതുവരെ മാത്രമേ ലക്ഷ്മി ഇവിടെ ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞാ പിന്നെ എന്നെ അന്വേഷിക്കണ്ട. ലക്ഷ്മി അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഇത് സ്വാതിക്ക് താങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പച്ചയ്ക്കും അങ്കിളിന് ഇത് സഹിക്കാനാവോ? മംഗലശ്ശേരിയിലുള്ള ആരെങ്കിലും ഇത് അംഗീകരിച്ചു തരൂ? ഇതുവരെ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച ലച്ചുവിന് നല്ലൊരു ജീവിതം ഉണ്ടാവണം. ഞങ്ങളുടെ വിവാഹം കഴിയുന്നതോടെ അതിനൊരു തീരുമാനം ഉണ്ടാക്കണം. നിന്നെ നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ലച്ചു. നീ എങ്ങും പോവരുത്. ഞാൻ പോകുന്നത് നിങ്ങൾ മാത്രമേ അറിയാവൂ. എന്റെ ചേച്ചിയോ അച്ഛനോ അമ്മയോ മംഗലശ്ശേരിയിലുള്ളവരോ ഇതറിയരുത്. പക്ഷെ പോവാൻ നേരം നിങ്ങൾ അറിയിച്ചിട്ടേ ഞാൻ പോവൂ. ലച്ചു, നീ ഇക്കാര്യത്തിൽ ദയവായി എനിക്ക് തടസ്സമായിട്ട് നിൽക്കരുത്. ഇത് എന്റെ അപേക്ഷയാ. എന്നെ ഏൽപ്പിച്ച ദൗത്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളുടെയും എന്റെ ചേച്ചിയുടെയും വിവാഹം.
അത് കഴിയുന്നതുവരെ മാത്രമേ ലക്ഷ്മി ഇവിടെ ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എന്നെ അന്വേഷിക്കണ്ട. എന്താ കവിതേ? തോറ്റുപോയ ഒരാളോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. സത്യത്തിൽ നിനക്കുണ്ടായ അപമാനത്തിൽ എനിക്ക് വേദനയുണ്ട് ദക്ഷേ. ആശ്വസിപ്പിക്കാനാണ് വിളിച്ചതെങ്കിൽ നന്ദി. പക്ഷെ ഞാൻ മാത്രമല്ലല്ലോ, നീയും തോറ്റുപോയില്ലേ. നീ സ്വപ്നം കണ്ട മംഗലശ്ശേരി ബിസിനസ് ഗ്രൂപ്പ്സിലെ ശരിക്കുള്ള അവകാശിയല്ലേ വരാൻ പോകുന്നത്. കാഞ്ചനയുടെ മകൾ സ്വാതി. എൻ്റെ മകളുമായുള്ള സഞ്ജുവിൻ്റെ വിവാഹം നടന്നിരുന്നെങ്കിൽ നിങ്ങളുടെ എല്ലാ ബിസിനസ്സുകളും നിനക്ക് ഞാൻ വിട്ടു തന്നേനെ. അത് ദക്ഷ മാത്രം വിചാരിച്ച പോരല്ലോ, സഞ്ജു തയ്യാറാവണ്ടേ? വർമ്മ സാർ അവനെ മുംബൈക്ക് കൊണ്ടുപോകുമായിരുന്നു. പക്ഷേ നീ അവിടെയും അതിബുദ്ധി കാണിച്ചു. എനിക്ക് മുകളിൽ നിൽക്കാൻ നീ വെമ്പൽ കൊണ്ടു. എന്നെ അനുകരിച്ചാൽ നീ ദക്ഷയാവില്ല കവിതേ. ഞാൻ എവിടെ നിൽക്കുന്നോ അവിടെ തന്നെ ഇപ്പോഴും. നിന്റെ അവസ്ഥയോ? ശത്രു നിഗ്രഹത്തിന് വാളു ഊരിപ്പിടിച്ചു വന്ന നീ ശത്രുവിനോട് സംബന്ധം കൂടാൻ പോലും അധപതിച്ചില്ലേ? അവിടെയാ നമുക്കിടയിൽ അതിർവരമുണ്ടായത്. നിനക്ക് വാക്ക് തന്നിട്ട് മംഗലശ്ശേരിക്കാർ ചെയ്തതെന്താ? നിന്റെ മകളെ പിടിച്ചിറക്കി വിട്ട് കതിർമണ്ഡപം ഒഴിപ്പിച്ചിട്ട് അതേ കതിർമണ്ഡപത്തിൽ വെച്ച് അവർ അവനെ കൊണ്ട് മുറപ്പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിക്കുന്നു. നിന്നോട് സഹതാപം എനിക്ക് തോന്നുന്നത്. നീ എന്താടി കരുതിയേ ഞാനൊരു വണ്ടിയാണെന്നോ? ദക്ഷ നടന്നു കയറിയ വഴികളൊന്നും നീ കണ്ടിട്ടില്ല. എന്നെ പറഞ്ഞിളക്കി നിനക്ക് ആ കല്യാണം മുടക്കിക്കണം. പലരും മരിച്ചു വീഴണം. അതല്ലേ നിനക്ക് വേണ്ടത്? ദക്ഷ നേരിട്ടേ നിന്നെ പൊരുതിയിട്ടുള്ളൂ. നീ അങ്ങനെയല്ല. ഇരുഭാഗത്തുള്ളവരെയും കൂട്ടിയിടിപ്പിച്ച് നടുവിൽ നിന്ന് ചോര കുടിക്കുന്ന കുറുക്കന്റെ തന്ത്രമാണ് നീ കാണിക്കുന്നത്. നേരിട്ട് നീ എന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിന്റെ മോഹം ഞാൻ സാധിച്ചു തരും. മുന്നിൽ നിന്ന് തന്നെ ദക്ഷ അത് ചെയ്യും. പക്ഷേ മംഗലശ്ശേരിയിൽ പിന്നെ നീ ഉണ്ടാവില്ല. ശ്രീദേവിയുടെ താലി പൊട്ടിച്ചത് നീയാണെന്ന സത്യം അറിയിച്ചിട്ടേ ദക്ഷ കളം വിടും. ഹലോ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.